ഹായ് അസ്സാം വലൈക്കും. എൻ്റെ പുതിയ ചാനലായ ജി ടോക്സ് ഗഫൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫർ പറഞ്ഞാൽ ഈ ഓഫർ ഇനി ഒരിക്കലും കിട്ടില്ല, എവിടെയും കിട്ടില്ല, അങ്ങനത്തെ ഒരു ഓഫറാണ്. അപ്പോൾ അതിൻ്റെ കാരണവും അതിൻ്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കിടക്കാം. അപ്പോൾ ഓഫർ ഊനാലയാണ്. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഊനാല് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ. ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി പിന്നെ നോക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ലായിരിക്കുന്നത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് സിലുവിൻ്റെ വീഡിയോ ചെയ്യാറുണ്ട്. രണ്ട് വീഡിയോകളും ചെയ്തു. അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പോഴാണ് സിലുവിൻ്റെ ഹസ്ബൻഡ് ഗഫൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ കാണാൻ ഇടയായത്. അദ്ദേഹം ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിലു കഷ്ടപ്പെട്ട് അത്രയും കൊണ്ടെത്തിച്ച് ആ ഒരു വീട് വിൽക്കാൻ പോവുകയാണ് എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ കുറേ സാധനങ്ങൾ ഒക്കെ ഇരിപ്പുണ്ടല്ലോ, ഊഞ്ഞാലും ഇതിൻ്റെയൊക്കെ ബിസിനസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ പോകും. അതെല്ലാം 4000 രൂപയ്ക്കാണ് വിറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെറും 2000 എന്തോ സംതിങ് റുപ്പീസിനാണ് വിൽക്കുന്നത്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കണ്ടത്. അതിലിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ വീട് വിൽക്കാൻ പോകുന്നത് കാരണം കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട്. അതുപോലെ തന്നെ സിലു 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ല, ഇന്നാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലും പുള്ളിക്കാരി പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കുന്ന ഒരു രീതിയിലുള്ളൊരു കമൻറ്റ് കണ്ടുട്ടോ. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. എന്തിനാ ഇങ്ങനെ ആളുകൾ കുത്തി നോവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഡിവോഴ്സ് നടക്കുന്നത്. അത് അവനവൻ്റെ പേഴ്സണൽ കാര്യമാണ്. അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തോന്നി അവർ പിരിയുന്നു. അതിൽ ഇത്രമാത്രം കണ്ണ് കടിച്ചിട്ട് അതിൽ ഇങ്ങനെ ഇതാക്കുന്ന രീതിയിലുള്ള കമൻറ്റ് എന്തിനാണ് ഇടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ ഒരു കമൻറ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. ഭയങ്കര സങ്കടം തോന്നി ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. അപ്പോൾ കമൻറ്റ് ഇങ്ങനെയാണ്. ബാച്ചു ഫൈസൽ എന്നൊരു പറഞ്ഞൊരു വ്യക്തി ഇട്ട ഒരു കമൻറ്റാണ് കേട്ടോ. റീച്ചോളി പെണ്ണും പിള്ള കണ്ണ് പുഴുത്ത് ചീഞ്ഞോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിലുവിൻ്റെ കുറച്ച് മാസങ്ങളായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു കണ്ണിന് ചെറിയൊരു ഇതുണ്ട്, ഒരു അസുഖമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫോണും ഇതെല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് ഇട്ട ഒരു കമൻറ്റാണ് ഇത്. ബാച്ചു ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. ഇത്രയും നീചമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? ഒരാളുടെ ഒരു വയ്യാഴിക പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തിനാ അവർ ഈ ഒരു രീതിയിൽ അവരിങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് അവരിതാക്കുന്നത്? നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ആ കമൻറ്റ് ഇടാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ പറഞ്ഞിട്ട് അത് കമൻറ്റ് ഇടാതിരിക്കുക. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു വ്യക്തിൻ്റെ ഒരു അസുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നത് ആലോചിക്കുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് തോന്നുകയാണ്. എന്താ വെച്ചാൽ നിൻ്റെ ഈ കമൻറ്റ് ഇട്ട ആളുടെ വീട്ടിലുള്ളവർക്കാണ്, നിൻ്റെ മക്കൾക്കാണ്, നിൻ്റെ ഭാര്യയ്ക്കാണ്, നിൻ്റെ ഉമ്മാക്കാണ് ഇങ്ങനെ ഒരു അസുഖം വന്നെങ്കിൽ നീ ഇത് തന്നെ നീ അവരോട് ചോദിക്കുമോ എന്നാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. അതിന് റിപ്ലൈ ആയിട്ട് സിലു റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ കണ്ണും എല്ലാം ഇല്ലാതാക്കി കുറേ ആൾക്കാർക്ക് സുഖിച്ച് ജീവിക്കാൻ അവസരം കൊടുത്തതിന് രക്തസാക്ഷിയാണ്. സുഖിച്ച് ഒരു പണിയുമില്ലാതെ ചൊറിഞ്ഞു നടക്കുന്ന സഹോദരന് മറ്റുള്ളവരുടെ അസുഖം കാണുമ്പോൾ ഇതുപോലെ പരിഹാസം തോന്നും. സ്വാഭാവികം. വളർത്തു ദോഷം എന്ന് പറയുന്നുണ്ട്. എനിക്കും ഇത്ര തന്നെ പറയാനുള്ളത്. ഇത് വളർത്തു ദോഷമാണ്. ഇങ്ങനെ ആർക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് അല്ലേ? എന്തായാലും സിലുവിൻ്റെ ഹസ്ബൻഡിൻ്റെ കുറച്ച് വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതുവരെ ഒരു കടകാലിയാക്കുന്ന വീഡിയോനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നുമല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു. ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി
ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാമെന്നുണ്ട്. കുറച്ച് ചാരിറ്റിയൊക്കെ പോണ ഉള്ളവരെ കുറച്ച് ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാലിയാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട്, പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ട് തരാമെന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ടുകളേ നടക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളിപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിക്കുന്ന നടക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു ചാനലൊക്കെ തുടങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ എന്താണ്, നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഓപ്പറേറ്റിംഗ് ഒക്കെ വേറെ ആളാണെന്ന് പറയുന്നത്, അത് സിലു ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറേ കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻസ് എന്തായാലും ഞാൻ കുറച്ച് വായിക്കാം കേട്ടോ. ഇങ്ങനെയാണ് കമൻസുകൾ. മക്കളെ കാണാൻ ആഗ്രഹമില്ലേ, പോയി കണ്ടൂടെ, അത് ഉള്ളവൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്, മക്കളുള്ളവൻ ചെയ്യൂല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഇദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്, ഇന്ന് വരെ ഭാര്യയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ബട്ട് സിലു മാക്സിമം അദ്ദേഹത്തെ വില കുറച്ച് കാണിച്ചു, ഇപ്പോഴാണ് അദ്ദേഹം ഫ്രീ ആയത് എന്ന് പറയുന്നുണ്ട്. അതിനെനിക്ക് പറയാനുള്ളത്, ഈ ഗഫൂർ എന്ന് പറയുന്ന ഇദ്ദേഹം ഒന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല, അനുഭവിച്ചത് മുഴുവൻ സിലു ആയിരിക്കും. സിലു ഓരോ വീഡിയോസിലും പറയുന്നുണ്ട്, എന്താണ്, ഒരു ഇതും ചെയ്യാതെ ഞാൻ ഇട്ടുകൊടുത്ത ആ ഒരു ഇതാണ്, അത് നശിപ്പിക്കാനാണ് നോക്കിയത്. കുറേ മുമ്പുള്ള ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, എന്തോ അവിടെ പണി ചെയ്തതിൻ്റെ ഒരു പ്രശ്നത്തിൽ അവിടെ ഒരാൾ എന്തോ ഇവരെ കളിപ്പിച്ചു. അപ്പോൾ അതുപോലും സംസാരിക്കാൻ കഴിയുന്നില്ല, അത് ഞാനാണ് സംസാരിച്ചത്, സംസാരിക്കേണ്ടവർ സംസാരിച്ചതാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല ഈ സിലു എന്ന് പറയുന്ന ഒരു വ്യക്തി അത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പെണ്ണിന് ഏതറ്റം വരെ പോകാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അറ്റം വരെയും പുള്ളിക്കാർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത് എങ്കിൽ അതിൽ തക്കതായിട്ടുള്ള കാരണം തന്നെ ഉണ്ടാവും. പല കാരണങ്ങളും, ആണുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആണുങ്ങൾ തന്നെ ചെയ്യണം, പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, അത് ആണുങ്ങൾ നിവർത്തിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം. അതും നിവർത്തിച്ച് കൊടുക്കാൻ കഴിവില്ലാത്തവന് പിന്നെയും തലയിൽ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പാവമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ പുള്ളി ഇങ്ങനെയല്ലായിരിക്കും. സിലു എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് പുള്ളിക്കാരി എന്ത് കാര്യം തുറന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് പുള്ളിക്കാരി എല്ലാം തുറന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്കാണ് കൂടുതലും നെഗറ്റിവിറ്റി വരുന്നത്. ഈ ഗഫൂർ എന്ന് പറയുന്ന ആൾക്ക് ഒന്നും മിണ്ടാതെ പതുങ്ങിയിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തായാലും വേറൊരു കമൻറ്റും കൂടെ ഞാനൊന്ന് വായിക്കട്ടെ. ഇപ്പോൾ ഉഷാറായല്ലോ, കുറച്ച് മുമ്പ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിവേ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ നല്ല ഉഷാറോട് കൂടിയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. കുറച്ച് മുമ്പ് ഈ ഒരു ഉഷാർ ആ ഒരു കാര്യത്തിൽ, ബിസിനസ്സിലും കാര്യത്തിലൊക്കെ കാണിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. അതാണ് ആ കമൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടു പേർക്കും ചിന്തിക്കാനാവട്ടെ, ഇക്കയും ഇക്കാക്ക് ഒത്ത സിലുവുമായി കൂടുതൽ കരുത്തോടെ സ്നേഹത്തോടെ ഒന്നിക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. ഒന്നിക്കാൻ കഴിയട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഡിവോഴ്സായി ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇനി എത്രമാത്രം ഒന്നിക്കാൻ സാധിക്കും എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെയാണ് വേറൊരു ഇത് കണ്ടത്. പിന്നൊരു കമൻറ്റ് എന്ന് പറയുന്നത്, മക്കളെ ഓർത്ത് ആ വീട് വിൽക്കരുത്, അത് മക്കൾക്കായിട്ട് അവിടെ കിടന്നോട്ടെ, ഇനി ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും, മക്കൾക്കായി ഇത് കരുതി വെക്കൂ, നിങ്ങൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ റെൻറ്റിന് കൊടുക്കാമല്ലോ, നിങ്ങൾക്ക് ഇതിൽ നിന്നും വരുമാനം കിട്ടും, ഇനി നിങ്ങൾക്ക് ആ ക്യാഷ് വേണ്ടെങ്കിൽ മക്കൾക്ക് മാസം ഒരു തുക കിട്ടുന്ന പോലെ ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് മാസം കിട്ടുന്ന രീതിയിലേക്ക് മക്കളുടെ പേരിലേക്ക് ആക്കാലോ, എളുപ്പം വിൽക്കാൻ എളുപ്പമാണ്, ഉണ്ടാക്കാൻ പാടാണ്. അത് ശരിയാണ്. എന്നും നിങ്ങൾ ഗൾഫിൽ നിൽക്കൂലല്ലോ, നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് താമസിക്കാമല്ലോ, വീട് വിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് പറഞ്ഞതാണ്. ശരിയാണ്, സിലുവിൻ്റെ ഓരോ വീഡിയോകളും എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും പുള്ളിക്കാരി എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ആ വീട് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് തൊട്ട് വീഡിയോ കാണുന്നവർക്ക് ആ പുള്ളിക്കാരിയുടെ അവസ്ഥ മനസ്സിലാവും. ഇപ്പോൾ 1-2 വീഡിയോ കണ്ടിട്ട് മാത്രം ആ വ്യക്തി, സിലു എന്ന വ്യക്തി വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല. ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്ക് അറിയാം സിലു എന്താണ് ഏതാണ് എന്നുള്ളത്. അപ്പോൾ അടുത്ത കമൻറ്റ് ഇങ്ങനെയാണ്, ഇത്രയും ഉഷാറാന്ന് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇങ്ങനെ ആകുമായിരുന്നില്ല, കഷ്ടം. ശരിയാണ്. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ നിങ്ങൾ മക്കളെ ഓർത്ത് നന്നാവുക, കിച്ചൺ കാണുമ്പോൾ സങ്കടം വരുന്നു, സിലുവിനെ മക്കളെ ഓർക്കുന്നു, എല്ലാം നന്നായി വരട്ടെ എന്ന് പറയുന്നുണ്ട്.
മക്കളെ ഓർത്ത് എത്താനോടുള്ള പിണക്കന്മാരെ ഒരുമിച്ച് ജീവിച്ചൂടെ, എന്തായാലും തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടാവൂ, പ്ലീസ് എന്ന് പറയുന്നുള്ളൂ. ഇവരെക്കുറിച്ച് അറിയുന്നവർക്ക്, ഇവരെ ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്ക് വിഷമം ഉണ്ടാവും. ഇവർ പിരിയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. അതിൻ്റെ ആ ഒരു ഇതാണ് എല്ലാവരും കണ്ടത്. എന്താണെങ്കിലും എനിക്കും പറയാനുള്ളത്, ഒന്നിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്നിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു പെണ്ണ് ഇത്രത്തോളം അനുഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്നിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി അത്രയും ആലോചിച്ച് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാനോ ഒന്നും ഇതാവാനോ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും ഒന്നിച്ച് പോകാൻ കഴിയുമെങ്കിൽ ഒന്നിച്ച് പോവാട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും സിലുവിൻ്റെ കുറച്ച് വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ കമൻ്റായിട്ടും ഒത്തിരി കൂട്ടുകാരെൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കണ്ടായിരുന്നു, സിലു നീ ഓക്കെ അല്ലേ, എന്താ വീഡിയോ ഇല്ലാത്തത്, വീഡിയോ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി സുഖമില്ലായിരുന്നു, കണ്ണിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല പഴുത്തിട്ട് വീങ്ങിയിട്ട് പുതിയ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ പുറത്തേക്കൊക്കെ വന്ന് നല്ല പെയിന് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറത്തൊക്കെ ഒന്ന് പോയി വന്നു. ഭയങ്കര വീക്കായിരുന്നു. നമ്മൾ റെസ്റ്റ് ഇല്ലാതെ കുറേ കൊല്ലമായിട്ട് ഈ ഓടി നടന്ന് പണിയെടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം ഈ കാണുന്നത്. ഹെൽത്ത് വൈസ് തീരെ ഓക്കെ അല്ല. കാലുവേദനയും അതേപോലെ കഴുത്ത് വേദനയും ഇപ്പോൾ ഫുള്ളായിട്ട്, ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടാൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് സലാം വീട്ടുമ്പോഴായിരിക്കും നമുക്കറിയാം. ബോഡിയും കൂടെ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഫുള്ളായിട്ട് ടേണാക്കാൻ പറ്റില്ല, അത്യാവശ്യം ഒന്ന് കഴുത്തിട്ട് ടേണാക്കാൻ പറ്റുള്ളൂ. കുറേ കൊല്ലങ്ങളിങ്ങനെ വിടാതെ ഇരുന്ന് നമ്മൾ എഡിറ്റ് ചെയ്തതല്ലേ, അപ്പോൾ ആ സെർവിക്സിൻ്റെ ബോൺസ് മൊത്തത്തിൽ സ്റ്റിഫായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും എല്ലാം ഉണ്ട്. അങ്ങനെ ആയപ്പോൾ ഏതായാലും 2 ദിവസം വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചു. എന്ന് വെച്ചിട്ട് ഞാൻ വലിയ കോടീശ്വരി ആയതുകൊണ്ട് ഒന്നല്ല, നമ്മുടെ എല്ലാ കോടിക്കണക്കിന്. സിലു താമസിക്കുന്ന ഇപ്പോഴത്തെ വീട്, അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അവിടെ എന്തായാലും വിൽക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതാണ് പറയണത് കേട്ടോ. എന്തായാലും ഈ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവർ തക്കതായിട്ടുള്ളൊരു ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഇതൊക്കെ ഉണ്ടാകും. നമ്മൾ വെറുതെ കാരണം അറിയാതെ പുള്ളിക്കാരിയെ കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഫസ്റ്റ് തൊട്ടിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് സിലുവിൻ്റെ ഹസ്ബൻഡ് എന്താണ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുള്ളിക്കാരൻ ഒന്നിലും ഒരു ഇതില്ലാതെ ഒതുങ്ങി കൂടുന്ന ഒരു ടൈപ്പും അതുപോലെ തന്നെ എന്തോ ഒരു ഇതും പന്തികേട് തോന്നുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് തൊട്ടിട്ടുള്ള വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. ഒരു ആക്റ്റീവ് അല്ലാത്തൊരു രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ സിലു പല വീഡിയോസിലും പറയുന്നുണ്ട്, ഞാൻ എന്താണ് പുള്ളിക്കാരൻ പറയേണ്ട കാര്യങ്ങൾ എവിടെയും പറയില്ല, ഞാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്നത് സിലുവിൻ്റെ ഒറ്റ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇത്രത്തോളം ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ഓരോന്ന് കേൾക്കേണ്ടി വരുമ്പോൾ അത് ആർക്കാണെങ്കിലും സഹിക്കാൻ കഴിയില്ല. നമ്മൾ കുറേ ചെയ്ത് കൊടുത്തിട്ട് ആ വ്യക്തി പിന്നെയും നമ്മളെ കുത്തുവാക്കുകൾ പറയും, നമ്മളുടെ ഒന്നുമല്ലാത്ത രീതിയിലാക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അവരുടെ ആ വാക്കുകൾ കേട്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കായിരിക്കും ഇവർ പിരിയാൻ തീരുമാനിച്ചത് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 5 മക്കളെന്ന് പറയുമ്പോൾ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ ഒരു ഇതുമില്ലാതെ കടങ്ങളും ഇതുമാക്കി പുള്ളിക്കാരി ഓരോന്നും നികത്തി കൊണ്ടുവരുമ്പോൾ പുള്ളിക്കാരൻ ഓരോ കടങ്ങളും വരുത്തി വെക്കുന്ന സമയത്ത് അതാർക്കാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് മാത്രമായിരിക്കില്ല പ്രശ്നങ്ങൾ. ഈ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് മാത്രം ഡിവോഴ്സ് എന്നൊരു ഇത് വരില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മാത്രം ഒരാളെക്കുറിച്ച് കുറ്റപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഓരോ ഇതൊന്നും സിലു തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് സിലുവിൻ്റെ സിലുവിൻ്റെ ഹസ്ബൻഡ് ഗഫൂർ എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇതിൽ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഇനി വരെ ഈ ഒരു മാറ്റർ വേറെ രീതിയിലേക്ക് കൊണ്ടുവരാനും മതി. അങ്ങനെയുള്ള കമൻസുകൾ ഞാൻ അതിൽ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പുള്ളിക്കാരൻ മോണിറ്റൈസേഷൻ ആവും. ഇത്രയും സബ്സ്ക്രൈബറും 12,000 സംതിങ് സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 2 ലക്ഷത്തി സംതിങ് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും 0 നിന്ന് തുടങ്ങിയാലും സിലുവിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ പുള്ളിക്കാരൻ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ ഒന്നിക്കാൻ കഴിയുമെങ്കിൽ ഒന്നിക്കട്ടെ. എല്ലാവരും കമൻറ്റ് ഇട്ടതുപോലെ തന്നെ ഒന്നിക്കാൻ കഴിയുമെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.